ശ്രീലക്ഷ്മി അറക്കൽ ചേരുന്നുണ്ട്. ശ്രീലക്ഷ്മി, താങ്കൾക്ക് കേൾക്കാമെങ്കിൽ ഈ IFFKയിലുണ്ടായ പ്രതിഷേധം താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകുമല്ലോ. അദ്ദേഹം പ്രസംഗിക്കാനെത്തുമ്പോൾ കൂവുന്ന സാഹചര്യമുണ്ടായി. കൂവി തോൽപ്പിക്കാനാവില്ല എന്ന് പറഞ്ഞപ്പോൾ കുറച്ചുകൂടി ഉച്ചത്തിൽ കൂവൽ ഉണ്ടായി. കൂവി തെളിയട്ടെ എന്ന് അദ്ദേഹം പറയുന്നു. ഇന്നിപ്പോൾ ഈ കൂവിയവരെ നായകളോടാണ് രഞ്ജിത്ത് ഉപമിക്കുന്നത്. അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, ഈ രാജ്യാന്തര ചലച്ചിത്ര മേളയിൽ കാണാൻ വരുന്ന ആൾക്കാരൊന്നും വെറും മണ്ടന്മാരൊന്നുമല്ല, ഒരു ബുദ്ധി വിവരമില്ലാത്ത ആൾക്കാരൊന്നുമല്ല. വർഷങ്ങളായിട്ട് ലോകോത്തര സിനിമകൾ കാണുകയും അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്ന ആൾക്കാരുമാണ്. അപ്പം വർഷങ്ങളായിട്ട് ഒരുപാട് ആൾക്കാർ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തൊക്കെ ഇരിപ്പുണ്ട്. അന്ന് ആരും പ്രസംഗിക്കാൻ വരുമ്പോൾ ഇത്തരം കൂവലുകളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ എന്തുകൊണ്ടാണ് ഇന്ന് രഞ്ജിത്ത് എനിക്ക് പ്രസംഗിക്കാൻ വന്നപ്പം ഇങ്ങനെ കൂവലുണ്ടാവുന്നത് എന്ന് ചർച്ച ചെയ്യുന്നതിന് പകരം ഈ ചലച്ചിത്രമേളയിൽ എന്താണ് പ്രശ്നമെന്ന് ചർച്ച ചെയ്യുന്നതിന് പകരം അതൊരു അസഹിഷ്ണുതയോടെ കൂടിയാണ് രഞ്ജിത്ത് നോക്കിക്കണ്ടത്. അതുകൊണ്ടാണ് ഈ തെരുവ് നായ്ക്കളോടും നാടൻ നായ്ക്കളോടും ഒക്കെ ഉപമിക്കുന്നത്. അയാൾക്ക് തീരെ സഹിഷ്ണുതയില്ല. അയാള് അങ്ങനെ പട്ടികളോടൊന്നും ഉപമിക്കേണ്ടതായിട്ടുള്ള യാതൊരു കാര്യമില്ല. അയാൾ എന്തുകൊണ്ടാണ് ആ കൂവൽ വന്നതെന്ന് പരിശോധിക്കുകയും അതിന് വേണ്ട നടപടികൾ എടുക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ അയാൾ പിന്നെ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ നൻപകൽ നേരത്ത് മയക്കം അതിന് ടിക്കറ്റ് കിട്ടാത്തത് കൊണ്ടാണ് എല്ലാവരും കൂവിയത് എന്നൊന്നല്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ അതൊന്നുമല്ല അതിന്റെ യഥാർത്ഥ കാരണം. നൻപകൽ നേരത്ത് ടിക്കറ്റ് കിട്ടാത്തത് കൊണ്ട് മാത്രമല്ല കൂവിയത്. ഈ ചലച്ചിത്രമേളയിൽ നമ്മൾ കുറെ കാലമായിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഈ വർഷങ്ങളായി നടന്നു വരുന്ന ചലച്ചിത്രമേളയും ഇത്തവണത്തെ ചലച്ചിത്രമേളയും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഈ ചലച്ചിത്രമേള ഒരു അതപ്പതിച്ചു പോയൊരു ചലച്ചിത്രമേള എന്ന് പറയുന്നത് ഇത്തവണത്തെ. അതിന് പല പല കാരണങ്ങളുണ്ട്. അതായത് ഒരുപാട് ഡെലിഗേറ്റ്സിനെ ബുക്ക് ചെയ്യുക, ഒരുപാട് പാസ് കൊടുക്കുക, അത്രയും ആൾക്കാർക്ക് അത്രയും ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാൻ സ്ഥലമില്ലാതിരിക്കുക, നല്ല നല്ല സിനിമകൾ കുറെ നല്ല സിനിമകൾ സെലക്ട് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ സെലക്ട് ചെയ്ത നല്ല സിനിമകൾ നമുക്ക് കാണാൻ പറ്റാതിരിക്കുക. മാത്രമല്ല ഈ ഒരു സാഹചര്യത്തിൽ ഡിജിറ്റൽ ഡിവൈഡ്, അതായത് ഡിജിറ്റലി എല്ലാവരും ഇൻക്ലൂസീവ് ആക്കിയിട്ടില്ല ഈ മേളയിൽ. ഒരാളുടെ നെറ്റ് സ്പീഡ്, ഒരാളുടെ കണക്ടിവിറ്റി, ഒരാളുടെ കയ്യിലിരിക്കുന്ന ഫോൺ, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ബുക്കിംഗ് സിസ്റ്റം പോയിക്കൊണ്ടിരുന്നത്. അതായത് ഇപ്പോൾ ഒരാൾക്ക് ഒരു നല്ല ഫോൺ ഇല്ലെങ്കിൽ അയാൾക്ക് ഒരു നല്ല സിനിമ കാണാൻ പറ്റില്ല. 100% റിസർവേഷൻ ആക്കിയത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളാണ് ഇതൊക്കെ. മാത്രമല്ല ഒരുപാട് ആൾക്കാരെ, അതായത് ഈ രഞ്ജിത്ത് പറയുന്നുണ്ട് ഒരുപാട് ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാണ് ഈ മേള. പക്ഷെ ജനം ഒരുപാട് വന്നെന്ന് വിചാരിച്ച് ആ ഒരു മേള സക്സസ് ആവണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഒരുപാട് പുറത്തുള്ള ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യുക, ടാഗോർ തിയേറ്ററിലേക്ക് കൾച്ചറൽ പ്രോഗ്രാം വെച്ച് അവിടെ സ്ഥലമില്ലാത്ത സ്ഥലത്തേക്ക് വണ്ടിയും ആൾക്കാരുടെ ഒരുപാട് റഷ് ഉണ്ടാവുക, അതുമൂലം ഒരുപാട് പ്രശ്നങ്ങളാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ഞാൻ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരാൾക്ക് ഹോസ്പിറ്റൽ എമർജൻസി വന്നിട്ട് എത്ര കഷ്ടപ്പെട്ടാണ് അവിടെ നിന്ന് പുറത്തേക്ക് പോകാൻ ആ വണ്ടി ശ്രമിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ഭയങ്കര മോശം തരത്തിലുള്ള അനുഭവമാണ് ഈ മേള എന്ന് പറയുന്നത്. നമ്മൾ പലതരത്തിലുള്ള ആൾക്കാർ, പല നാടുകളിൽ നിന്ന് ആൾക്കാർ കാണാനും അവർ തമ്മിൽ സംസാരിക്കാനും, അല്ലെങ്കിൽ അവരുടെ ഒരു സെൽഫ് എക്സ്പ്രഷൻ ആയിട്ട് അവരുടെ ഉള്ളിലുള്ള കഴിവുകളെ പുറത്തെടുത്ത് നമ്മൾ ഒരുമിച്ച് വട്ടം കൂടി സംസാരിക്കുകയും പാട്ടുപാടിയൊക്കെ ചെയ്യുന്ന സ്ഥലത്തേക്ക് കൾച്ചറൽ പ്രോഗ്രാം, കൾച്ചറൽ ഇവന്റ് ഒക്കെ വന്ന് ഒരുപാട് പുറത്തുനിന്നുള്ള ആൾക്കാർ വരിക. കൾച്ചർ പ്രോഗ്രാം ഒക്കെ വെക്കുന്നത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. കൾച്ചർ പ്രോഗ്രാം വെക്കണമെങ്കിൽ അതിനുള്ള സ്ഥലം ഉണ്ടാകുക, മാനവീയ വീതി, അതുപോലുള്ള ഒരുപാട് വേറെ സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ നമുക്ക് കൾച്ചറൽ പ്രോഗ്രാം വേണമെങ്കിൽ വെക്കാം. ഇത് ഈ ഒരുപാട് ഈ സിനിമ നടക്കുന്നിടത്തേക്ക് പുറത്തുനിന്നുള്ള ഒരുപാട് ആൾക്കാരെ കുത്തിക്കയറ്റുക. അപ്പോൾ നമ്മളുടെ ആ ഒരു മേളയുടെ ഒരു എസെൻസ് ആണ് മാറിപ്പോകുന്നത്. സത്യം പറഞ്ഞാൽ ആ മേളയുടെ ഒരു എസെൻസ് നമ്മൾ ഇത്രയും കാലം കണ്ടുവന്നൊരു മേളയല്ല ഇതെന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാൻ ഒരു 10 പേരെ കൊള്ളാവുന്ന ഒരു റൂമിലേക്ക് ഒരു 5000 പേരെ കുത്തി നിറച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അതാണ് ഈ മേളയിൽ സംഭവിച്ചത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ അഡ്രസ് ചെയ്യാതെ അയാളെ പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്യാണ്, രഞ്ജിത്തിനെ പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്യാണെന്നുള്ള രീതിയിലാണ് രഞ്ജിത്തിനോട് സംസാരിച്ചത്. മാത്രമല്ല അയാൾ പഴയ SFI പാരമ്പര്യമൊക്കെ എടുത്ത് പറയുകയുണ്ടായി. അങ്ങനെയൊന്നും പറയുന്ന ഒരാവശ്യമില്ല. ഇപ്പൊ നമ്മളെയൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ കൂവിയവര്, ഞാൻ ഇന്നലെ കൂവാനുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ കൂവിയ ആൾക്കാർ തന്നെ ഒരുപാട് ആൾക്കാർ SFI പ്രവർത്തിച്ചു വന്ന ആൾക്കാരാണ്. അയാളുടെ കൂവല് SFIയും പാർട്ടിയുമായിട്ടൊന്നും യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല. അയാളുടെ പോയിന്റിന് അയാൾക്കെതിരെ ഒരു വിമർശനം വരുമ്പം അത് വേറൊരു പാർട്ടിനെ ഉപയോഗിച്ച് തടയാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. ക്രിയാത്മകമായിട്ട് എന്താണ് അതിനുള്ള പരിഹാരം, എന്തുകൊണ്ടാണ് ഇങ്ങനെ കൂവൽ വന്നതെന്ന് ചർച്ച ചെയ്യാതെ അതിനെ പട്ടികളോടും തെരുവുനായ്ക്കളോടും ഒന്നും ഉപയോഗിക്കുന്നത് ഒട്ടും ശരിയായ ഒരു കാര്യമില്ല. അയാൾ കുറച്ചുകൂടെ സഹിഷ്ണുതയോടുകൂടി, പിന്നെ അയാൾ പറയുന്നുള്ളൂ അയാൾ സ്വന്തം വീട്ടിലെ പട്ടികളായിട്ടാണ് ഡെലിഗേറ്റ്സിനെ കാണുന്നത്. അയാളുടെ തറവാട്ട് വകയൊന്നുമല്ല ഈ കേരള ചലച്ചിത്ര അക്കാദമി എന്ന് പറയുന്നത്. അതൊരു സ്റ്റേറ്റിന്റെ ഒരു സംവിധാനമാണ്. ഈ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടെ നികുതി കൊടുത്തിട്ട് റൺ ചെയ്യുന്ന സംഭവമാണ്. നമ്മളുടെ നികുതി പണത്തിൽ ഉപയോഗിച്ച് റൺ ചെയ്യുന്ന സംവിധാനത്തിൽ അയാൾ വിചാരിക്കുന്നത് അയാളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണെന്ന്. അതുകൊണ്ടാണ് അയാൾ ഈ എന്റെ വീട്ടിലെ നായകളെ പോലെയാണ് കാണുന്നതെന്നൊക്കെ പറയുന്നത്. അയാളുടെ വീടോ
അയാളുടെ തറവാട്ട് വകയോ അല്ല കേരള ചലച്ചിത്ര അക്കാദമി. അത് നമ്മുടെ സ്റ്റേറ്റിന്റെ ഒരു സ്വത്താണ്. നമ്മുടെ സ്റ്റേറ്റിലെ പൗരന്മാർക്ക് സിനിമ കാണാൻ, നല്ല സിനിമ കാണാൻ നമുക്കൊരു അവകാശമുണ്ട്. അല്ലാതെ രഞ്ജിത്തിന്റെ ഔദാര്യമല്ല നമ്മളുടെ അവകാശത്തിന് വേണ്ടിയാണ് ഇതിൽ അവിടെ കൂവിയത്. അതാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ അത്തരം ഒരു ഔദാര്യത്തിന്റെ സ്വഭാവമുണ്ട് എന്ന് തോന്നിപ്പോകും. കാരണം വയനാട്ടിലെ വീട്ടിന്റെ യജമാനൻ താനാണ് എന്ന് അറിഞ്ഞിട്ടല്ലല്ലോ ഈ പട്ടികൾ കുറയ്ക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും താങ്കൾ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന്റെ പാരമ്പര്യം കൂടി പറയുന്നു. ഒരു ഇടതുപക്ഷക്കാരനാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഇടതുപക്ഷക്കാരൻ തന്നെയാണ് പറയുന്നത് ചെറിയ ആൾക്കൂട്ടമാണ് പ്രതിഷേധിച്ചത് എന്ന്. അപ്പോൾ ഈ ആൾക്കൂട്ടത്തിന്റെ വലിപ്പമാണോ ഒരു പ്രതിഷേധത്തിന്റെ അർത്ഥതലങ്ങളെ തീരുമാനിക്കുന്നത്? അതൊരിക്കലല്ല. ഇപ്പൊ നമ്മുടെ രാജ്യത്താണെ മൈനോറിറ്റികൾക്ക് വേണ്ടിയിട്ടുള്ള നിയമത്തിന് വേണ്ടിയിട്ടും അവർക്ക് പോരാട്ടത്തിന് വേണ്ടിയൊക്കെ ചർച്ച മുരടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മൈനോറിറ്റികളുടെ അവകാശം എന്ന് പറയുന്നത് മെജോറിറ്റി ആൾക്കാർ കുറെ കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചു എന്ന് പറഞ്ഞാൽ അതൊരിക്കലും സത്യമാവണമെന്നില്ല. കാരണം മൈനോറിറ്റികൾക്കും അവകാശമുണ്ട്. നമ്മളിപ്പോ ഒരുപാട് ആൾക്കാർക്ക് പ്രതിഷേധിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഒരുപാട് ക്യാമറകൾ ഇരിക്കുന്നതുകൊണ്ട് ഒരുപാട് സിസ്റ്റം ഈ ഗവൺമെന്റിനെ പേടിച്ച് അല്ലെങ്കിൽ ഒരു പ്രാവശ്യത്തെയും ചലച്ചിത്രമേളയിൽ കാണാത്തത്രയും പോലീസിനെയാണ് ഈ പ്രാവശ്യം ചലച്ചിത്രമേളയിൽ ഇറക്കുമതി ചെയ്തേക്കുന്നത്. കലയുടെയും ഒരു ക്രിയാത്മകമായ ചർച്ച നടക്കുന്ന സ്ഥലത്ത് എന്തിനാണ് ഇത്രയധികം പോലീസിനെ ഇറക്കുന്നതും, എന്തിനാണ് പോലീസ് ആൾക്കാരെ അടിക്കുന്നത്, പോലീസ് സ്റ്റുഡൻസിനെ അധികം അടക്കം അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് എന്തിനാണ്? പോലീസിനെതിരെയുള്ള, അതായത് ഗവൺമെന്റ് മാത്രമല്ലല്ലോ ഈ കലാപശ്രമത്തിനടക്കമാണല്ലോ കേസെടുത്തിട്ടുള്ളത്. നമ്മൾ ആരും കലാപം ചെയ്യാൻ വന്ന ആൾക്കാരല്ല. അവിടെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു നീതി നിഷേധത്തിനെതിരെ പ്രതികരിക്കുന്ന ആൾക്കാരെ കലാപകാരികളാക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരം സിസ്റ്റത്തിനെതിരെയുള്ള സിനിമകൾ ചലച്ചിത്ര അക്കാദമി ടാഗോർ തിയേറ്ററിനകത്തും കാണിച്ചിട്ട് അവരും അതേ സ്വഭാവമാണ് ഇതിന് പുറത്തെടുക്കുന്നത്. ഒരുപാട് പോലീസിങ്ങിനെതിരെയുള്ള ഒരുപാട് സിനിമകൾ അകത്ത് കാണിച്ച് എന്നിട്ട് പുറത്ത് വന്നിട്ട് ഇതേ സ്വഭാവം അവർ കാണിക്കുകയും ചെയ്യണം. അതായത് ഇവരുടെ ഭയങ്കര ഇരട്ടത്താപ്പാണ്. അതായത് കാണിക്കുന്നത് ഒന്നും പ്രവർത്തിക്കുന്നത് വേറൊന്നും. അവര് കാണിക്കുന്ന സിനിമകളോട് പോലും ഒരു നീതി പുലർത്താൻ അവർ ശ്രമിക്കുന്നില്ല. അതായത് ഒരു ഫ്രീഡം എന്ന് പറയുന്ന സാധനമില്ല, സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സാധനമില്ല, ഇൻഡിപെൻഡന്റ് വോയിസിനൊരു സ്പേസ് ഇല്ല. അയാൾക്ക് അതൊരു വിമർശനം ഉൾക്കൊള്ളാൻ പറ്റുന്ന ആളാണെങ്കിൽ അയാൾ ഒരിക്കലും പറയില്ല, ഈ നായകളോടൊന്നും ഉപമിക്കില്ല. അതിനുശേഷം വന്ന ശിവൻകുട്ടി മിനിസ്റ്റർ പറഞ്ഞു എന്താണ് ഇവിടെ കൂവലുണ്ടാവാനുള്ള കാരണം എന്താണെന്ന് പരിശോധിക്കുകയും അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുകയെന്ന് പറഞ്ഞു. അതൊരു അക്സെപ്റ്റൻസ് ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശിവൻകുട്ടി മിനിസ്റ്റർ അത് മനസ്സിലാക്കിയാണ് പറഞ്ഞത്. അതുപോലെ ആ അക്സെപ്റ്റൻസിനെ മനസ്സിലാക്കാൻ എന്തുകൊണ്ട് രഞ്ജിത്ത് ശ്രമിച്ചില്ല? മാത്രമല്ല ഇന്നലെ രഞ്ജിത്ത് പറയുന്നുണ്ട് സ്വന്തം ഭാര്യയുടെ മുന്നിൽ കൂവാൻ വേണ്ടി കൂവല് കേൾക്കുമ്പോൾ ആ ഭാര്യയ്ക്ക് ഉണ്ടാവുന്ന സങ്കടം എത്രയാണ്. അയാൾക്ക് അയാളുടെ ഭാര്യയുടെ മുന്നിൽ കൂവല് കേട്ടപ്പോൾ സങ്കടം ഉണ്ടായെങ്കിൽ നമ്മൾ 13,000 ഇത്രയും ആൾക്കാർ 1000 രൂപ കൊടുത്ത് എത്ര കഷ്ടപ്പെട്ടാണ് ഓരോ ആൾക്കാരും സിനിമയോട് മോഹം കണ്ട് ഇവിടെ വരുന്നത്. കുറെ ആൾക്കാർ കണ്ണൂർ, കാസർഗോഡ്, നമുക്കൊന്നും ഇവിടെ കുഴപ്പമില്ല, നമ്മൾ തിരുവനന്തപുരത്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. പുറത്തുനിന്ന് വന്ന ആളുകൾ ജോലി 7 ദിവസത്തെ കളഞ്ഞ് അതിന്റെ ശമ്പളം കളഞ്ഞ് 7 ദിവസം ഇവിടെ വാടകയ്ക്ക് റൂം എടുത്ത് അവിടുത്തെ ഫുഡും അങ്ങനെയൊക്കെ ഒരു 10-15,000 രൂപ എക്സ്പെൻസിലാണ് ഇവിടെ മേളയ്ക്ക് അത്രയും പ്രതീക്ഷിച്ച് ഇതിനു മുമ്പുള്ള മേളകൾ പ്രതീക്ഷിച്ച് അത്രയും നിലവാരം ഉണ്ടാവുമെന്ന് വിചാരിച്ചാണ് ഇവിടെ വരുന്നത്. പക്ഷെ ഇവിടെ വരുമ്പോൾ ആൾക്കാർക്ക് സിനിമയ്ക്ക് കയറാതിരിക്കാൻ പറ്റുക, ആൾക്കാർക്ക് ക്രിയാത്മകമായി ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടി പറ്റുക, ആൾക്കാരെ പോലീസിനെ ഉപയോഗിച്ച് നേരിടുക, അങ്ങനെയുള്ള അവർക്കെതിരെ കലാപശ്രമത്തിന് ആഹ്വാനം ചെയ്യുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് ഇതിനൊക്കെതിരെയാണ് പ്രതിഷേധിച്ചത്. അപ്പൊ ഈ പ്രതിഷേധത്തെ ഈ കാര്യങ്ങളൊന്നും അഡ്രസ് ചെയ്യാതെ നൻപകൽ നേരത്ത് മയക്കത്തിന് ടിക്കറ്റ് കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് പ്രതിഷേധിച്ചത് എന്നുള്ള രീതിയിലാണ് അയാൾ പറഞ്ഞത്. അയാളുടെ ഭാര്യയുടെ മുന്നിൽ നിന്ന് അയാൾ കൂവിയെങ്കിൽ അയാൾക്ക് സങ്കടം ഉണ്ടായെങ്കിൽ നമ്മൾ ഇത്രയും ഡെലിഗേറ്റ്സിന് ഈ മേള ഇത്രയും കാലമായിട്ട് 26 കൊല്ലമായിട്ട് നല്ല സുതാര്യമായിട്ട് നല്ല വൃത്തിയിൽ നടന്നുകൊണ്ടിരുന്ന മേള ഈ കൊല്ലം ഇത്രയും വൃത്തികേടാകുമ്പോൾ അതിനെതിരെയുള്ള പ്രതിഷേധമാണ്, അതിനെതിരെയുള്ള സങ്കടമാണ് നമ്മൾ അറിയിച്ചത്. അയാൾക്ക് അയാളുടെ ഭാര്യയുടെ മുന്നിൽ സങ്കടം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ മേള ഇത്ര മോശമായി പോകുന്നതിലുള്ള സങ്കടമാണ് നമ്മൾ അറിയിച്ചത്. അത് മനസ്സിലാക്കാൻ വേണ്ടി അയാൾ ശ്രമിക്കണം. വളരെയധികം നന്ദി ശ്രീലക്ഷ്മി അറക്കൽ പ്രതികരിച്ചതിന്. നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമയ്ക്ക് കാണാൻ അനുമതി ലഭിക്കാത്തതിൽ അല്ലായിരുന്നു പ്രതിഷേധം, മറിച്ച് ഈ മേളയുടെ നടത്തിപ്പിൽ ഒട്ടേറെ അപാകതകൾ ഉണ്ടായിരുന്നു. ആ അപാകതകൾക്കെതിരെയാണ് കൂവി പ്രതിഷേധിച്ചത് എന്നാണ് ആ പ്രതിഷേധത്തിൽ ഭാഗമായ ശ്രീലക്ഷ്മി അറക്കൽ ഉൾപ്പെടെ ഉള്ളവർ സംസാരിക്കുന്നത്.